നമസ്കാരം. ഹിസ്ബുള്ള വളരെ ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേലിലേക്ക് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. അയൺ ഡോമിനെയാണ് ലക്ഷ്യം വെക്കുന്നത്. അയൺ ഡോമിൻ്റെ ഒരു പ്രതിരോധ സംവിധാനം അത് നിശ്ചലമായിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇതിനെയൊക്കെ മറികടന്ന് പല മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകളും ഇസ്രായേലിനകത്ത് പതിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. യഥാർത്ഥത്തിൽ അയൺ ഡോമിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ ശേഷിക്കുന്ന അയൺ ഡോമുകളെ പോലും ഹിസ്ബുള്ള തകർത്ത് കളയുകയാണ്. അത്തരത്തിലുള്ള ആക്രമണങ്ങളാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വളരെ വേഗതയേറിയ ആയുധങ്ങൾ, മിസൈലുകളാണെങ്കിലും ഡ്രോണുകളാണെങ്കിലും ഇവിടെ ഇസ്രായേൽ കണക്കാക്കുന്നതിനേക്കാൾ വളരെ വേഗത്തിലാണ് ഇവിടെ ഈ മൂവർ സംഘങ്ങൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾക്കുള്ളത്. മാത്രമല്ല, പ്രഹരശേഷി അത് താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. അമേരിക്കയുടെ ആയുധങ്ങളുമായാണ്, ആ ആയുധങ്ങളെ വിശ്വസിച്ചാണ് ഇസ്രായേൽ യുദ്ധമുഖത്തേക്ക് ഇറങ്ങിയത് എങ്കിൽ ഇറാൻ്റെയും അതുപോലെ തന്നെ ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ ആയുധങ്ങളാണ് ഇവിടെ ഹൂത്തികളും അതുപോലെ തന്നെ ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. ആ ആയുധങ്ങൾ അത് വലിയ പ്രഹരശേഷിയുള്ള ആയുധങ്ങളാണ്. വളരെ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് ആ ആയുധങ്ങൾക്ക് എത്താൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഈ ആയുധങ്ങളെ പ്രതിരോധിക്കാൻ അയൺ ഡോമിന് കഴിയുന്നില്ല. പലപ്പോഴും അയൺ ഡോം നിശ്ചലമായിരിക്കുന്നു. എന്തായാലും ഉള്ള അയൺ ഡോമുകളെ, ഒരുപാട് അയൺ ഡോമുകളെ തകർത്ത് കഴിഞ്ഞു. അയൺ ഡോമുകളെ പ്രതിരോധശേഷി നശിപ്പിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള അയൺ ഡോമുകളെ പോലും തകർത്ത് തരിപ്പണമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഹിസ്ബുള്ള. IDF-ന് കനത്ത നാശനഷ്ടമുണ്ടായി എന്ന് അവർ തന്നെ പറയുന്നു. അതായത് അത്രമാത്രം ശക്തമായ ആക്രമണങ്ങളായിരുന്നു. പല സൈനിക വാഹനങ്ങളും അഗ്നിക്കിരയാക്കി അതിർത്തി മേഖലയിലെ. അതോടൊപ്പം തന്നെ സൈനികർ കൂട്ടമായി താമസിച്ചിരുന്ന പല കെട്ടിടങ്ങളും അവർ തകർത്തു. ഇസ്രായേലിനകത്ത് തീ പിടിച്ച, അഗ്നി പടർന്ന ഒരു സാഹചര്യമാണെന്ന് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുകയാണ്. നേരത്തെ ഖത്തർ ഈ കാര്യം പറഞ്ഞിരുന്നു. ഈ യുദ്ധം നീണ്ടു പോവുകയാണെങ്കിൽ പ്രാദേശികമായിട്ടുള്ള അപകട സാധ്യതകൾ വർദ്ധിക്കും. അതോടൊപ്പം തന്നെ ഇസ്രായേലിനകത്ത് തീ പിടിച്ച ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന്. കുറച്ച് ദിവസങ്ങളായി ഇസ്രായേലിനകത്ത് തീ പിടിച്ച ഒരു സാഹചര്യമാണ്. ഇസ്രായേലിനിപ്പോൾ കാര്യമായ രീതിയിൽ ഒന്നും ചെയ്യാനില്ല. കാരണം അവരുടെ പക്കലുണ്ടായിരുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം അവർ നടത്തി. പെട്ടെന്ന് തന്നെ വളരെ ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ അവർ അഴിച്ചുവിട്ടു. അതായത് ഈ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ നിരവധി ആളുകളെ അവർ കൊന്നൊടുക്കി വ്യോമാക്രമണം നടത്തിക്കൊണ്ട്. എന്നാൽ ഇപ്പോൾ പഴയതുപോലെ ആക്രമിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവർക്ക് ആവശ്യമായ ആയുധങ്ങൾ ലഭിക്കുന്നില്ല. ചെങ്കടലിൽ ഹൂത്തികൾ ബ്ലോക്ക് ചെയ്തു, ആയുധങ്ങൾ കിട്ടാത്ത സാഹചര്യമുണ്ടായി. ഇവർക്ക് ആയുധങ്ങൾ കൊടുക്കുന്നത് വംശഹത്യാ കുറ്റത്തിൽ പ്രതിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ആയുധം കൊടുക്കുന്ന മറ്റ് രാജ്യങ്ങൾ ആയുധം കൊടുക്കാൻ തയ്യാറാകാതായി. എണ്ണ കൊടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യമുണ്ടായി. അമേരിക്ക മാത്രമായിരുന്നു അവസാനം ഉണ്ടായിരുന്നത്. ഇനി മുതൽ അമേരിക്കക്കും ആയുധം കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. കാരണം UN-ൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഒരു പ്രമേയം അമേരിക്ക അവതരിപ്പിച്ചപ്പോൾ ആ പ്രമേയത്തെ വീറ്റോ ചെയ്ത റഷ്യയും ചൈനയും പറഞ്ഞത്, എന്തിനാണ് പ്രമേയം? വെടിനിർത്താൻ നിങ്ങളങ്ങ് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ നിങ്ങൾ ആയുധം കൊടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ ഇസ്രായേലിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് ആദ്യം ചെയ്യൂ, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം എന്ന രീതിയിലായിരുന്നു റഷ്യയുടെയും ചൈനയുടെയും ഒരു ഇടപെടലുണ്ടായത്. റഷ്യയെയും ചൈനയെയും ഹമാസ് അഭിനന്ദിക്കുകയും ചെയ്തു. എന്തായാലും യുദ്ധത്തിൻ്റെ ഗതി മാറുന്നു എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. റഷ്യയും ചൈനയും എല്ലാ മറകളും നീക്കി ഇവിടെ ഹമാസിനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഫലസ്തീനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും ഇറാൻ എന്തായാലും ഇനി നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇറാൻ്റെ ഒരു പിന്തുണ, ഇറാൻ്റെ ഒരു ആയുധം, ഈ പറയുന്ന റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ ഒരു പിന്തുണ തീർച്ചയായും ഇവിടെ പോരാളി സംഘങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അവരുടെ ആയുധങ്ങളും അവരുടെ രീതികളും അവരുടെ ആത്മവിശ്വാസവും ഒക്കെ കണ്ടാൽ ഇവിടെ മറ്റ് പല രാജ്യങ്ങളും അവരെ ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോൾ ഇവിടെ റഷ്യയും ചൈനയും ഇറാനുമൊക്കെ അവർക്കൊപ്പമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട്. അത്തരത്തിലുള്ള നിരവധി വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ അത് മറനീക്കി പുറത്തു വരികയാണ്. UN-ൽ ഇവിടെ ഹമാസിനും ഫലസ്തീനും വേണ്ടി റഷ്യയും ചൈനയും ശക്തമായ നിലപാടെടുക്കുന്നു. അമേരിക്കയെ ആട്ടിയോടിക്കുന്നു. അമേരിക്കയ്ക്ക് ഇപ്പോൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു രൂപവുമില്ല. പശ്ചിമേഷ്യയിൽ നിന്നും അമേരിക്ക ഊറ്റിക്കൊണ്ടുപോയിരുന്ന ഒരുപാട് സമ്പാദ്യങ്ങളുണ്ട്. ആ സമ്പാദ്യങ്ങളൊന്നും ഇനി അമേരിക്കയ്ക്ക് കിട്ടാനുള്ള സാധ്യതയില്ല. പലതും
ഇവിടെ റഷ്യയും അതുപോലെ തന്നെ ചൈനയും ഇറാനുമൊക്കെ ഇനി ഞങ്ങൾ നോക്കിക്കോളാം, ഈ മേഖലയിലെ കാര്യങ്ങൾ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം, അമേരിക്ക ഇനി ഇവിടെ മുതലാളി ചമയാൻ വരരുത്, പോലീസ് ചമയാൻ വരരുത് എന്ന് പറഞ്ഞ് അമേരിക്കയെ ആട്ടി ഓടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇത്തരത്തിലുള്ള രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും അമേരിക്ക തീർന്നു, ഇസ്രായേലും തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭൂലോകത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇനി ഉണ്ടാകുമോ? ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം അത്രമാത്രം സ്ഥിതി വഷളായിരിക്കുന്നു. ഇവിടെ ഹൂത്തികളും ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ ഒരുപാട് ശക്തരായിരിക്കുന്നു. അവർക്കൊപ്പം ശക്തരായിട്ടുള്ള ഒരുപാട് രാജ്യങ്ങൾ അവർക്കൊപ്പം അണിനിരന്നിരിക്കുന്നു. അക്കാര്യം വളരെ വ്യക്തമാക്കുന്ന ചില നീക്കങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കാണാനായത്.